guys, welcome back to my YouTube channel Vlogs and Speech. അപ്പോൾ ഇന്ന് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതും പിന്നെ എങ്ങനെ യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാമെന്നും പിന്നെ എങ്ങനെ നല്ല വാച്ചുകൾ കംപ്ലീറ്റ് ചെയ്യാം, 1000 സബ്സ്ക്രൈബർ കഴിക്കാം എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഞാൻ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് വേണ്ടി നിങ്ങൾ ചാനൽ അറിയില്ലാണെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ പറയാൻ പോകുന്നത് ചാനൽ തുടങ്ങിയതിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ചാനൽ തുടങ്ങാൻ വേണ്ടത് ഒരു മെയിൽ ഐ ഡി വേണം അല്ലേ. മെയിൽ ഐ ഡി നിന്ന് ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് അത് ഈസിയാണ്. അപ്പോൾ ചാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് ഈ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ കുറച്ച് കാര്യങ്ങൾ അറിയില്ലായിരുന്നു. ഞാനിങ്ങനെ ഓരോ വീഡിയോ കണ്ടാണ് റൂം പിടിച്ചത്. അങ്ങനെയാണ് നമുക്കൊരു മനസ്സിലായത്. അങ്ങനെ ചാനൽ തുടങ്ങി. ആദ്യം എനിക്കൊരു ചാനൽ ഉണ്ടായിരുന്നു, അത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അത് ഡിലീറ്റ് ചെയ്തു. പിന്നെ രണ്ടാമത് തുടങ്ങിയതാണ് ഈ വ്ലോഗ്സ് ആൻഡ് സ്പീച്ച് എന്ന ചാനൽ. അപ്പം അത് തുടങ്ങിയിട്ട് 4000 വാച്ചുകൾ കംപ്ലീറ്റ് ചെയ്തു, 1000 സബ്സ്ക്രൈബറുമായി മോണിറ്റൈസേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചാനൽ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഒരു സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ആ ഒരു മന്ത് തൊട്ടാണ് കണ്ടിന്യൂസ്ലി വീഡിയോ ഇട്ട് തുടങ്ങിയത്. അപ്പോൾ നിങ്ങൾക്കറിയാലോ, ലോങ് വീഡിയോയിലാണ് നമുക്ക് അധികം റവന്യൂ കിട്ടുന്നത്. ലോങ് വീഡിയോ ഞാൻ ഇടുമായിരുന്നു, ഷോർട്ട് ഇടുമായിരുന്നു. ലോങ് വീഡിയോ കുറവായിരുന്നു, കാരണം അത് അങ്ങനെ ഇടണമെങ്കിൽ കണ്ടൻറ്റ് വേണമല്ലോ. അപ്പോൾ ഷോർട്ട് വീഡിയോ ആണ് ഞാൻ കൂടുതലും ഇട്ടിട്ടുള്ളത്. പക്ഷേ എനിക്ക് വാച്ചുകൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്, നമ്മളിങ്ങനെ എന്തെങ്കിലും വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഏതിനും ഒരു വീഡിയോ ആയിരിക്കും ഒരു ക്ലിക്കാവുന്നത്. അങ്ങനെ എനിക്കും ഒരു വീഡിയോ കയറിയാണ് ക്ലിക്കായി. അതാണ് എൻ്റെ ചാനൽ വാച്ചുകൾ കംപ്ലീറ്റ് ആകാനുള്ള കാരണം. ഒരു പെഡിക്യൂറിൻ്റെ വീഡിയോ ആയിട്ടുണ്ട്, അതിൽ കയറി നല്ലപോലെ ക്ലിക്കായി വ്യൂസും ലൈക്സും കമൻസൊക്കെ കിട്ടിയിരുന്നത്. അങ്ങനെയാണ് ചാനലിൽ വാച്ചുകൾ കംപ്ലീറ്റ് ചെയ്ത് സബ്സ്ക്രൈബർ എനിക്ക് ഓക്കെ ആയിരുന്നു, 1000 ഒക്കെ ആയിരുന്നു. അങ്ങനെ ചാനൽ നമ്മൾ അപ്പോൾ ഞാൻ പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടും, മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ മാത്രമാണ് സബ്സ്ക്രൈബറും വാച്ചുകളും കൂട്ടാൻ പറ്റുള്ളൂ. നല്ല നല്ല കണ്ടൻറ്റുകൾ ഇടാം. ലോങ് വീഡിയോ ആണെങ്കിൽ നമുക്കറിയാലോ, കോപ്പറേറ്റും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ യൂട്യൂബിൽ നിന്നാണ്, യൂട്യൂബ് ലൈബ്രറിയിൽ നിന്നാണ് മ്യൂസിക് തന്നെ നമ്മൾ ഇടാം. എനിക്ക് അങ്ങനെ ഇടാനായിട്ട് കേൾക്കൊക്കെ കോപ്പറേറ്റ് അതിന് വന്നായിരുന്നു. പക്ഷെ അത് റിമൂവ് ആയി, ഞാനത് ഇഷ്യൂ സോൾവ് ചെയ്തു. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ വീഡിയോ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇടാം. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് ഇടുന്നത് ലോങ് വീഡിയോ ആണ്. അതിൽ തന്നെ ഷോർട്ട് വീഡിയോ ഇടുക. ഷോർട്ട് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബറൊക്കെ കൂട്ടാൻ ഷോർട്ട് വീഡിയോ വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ നിങ്ങൾക്ക് റവന്യൂ അധികം കിട്ടണമെങ്കിൽ ലോങ് വീഡിയോ തന്നെ ഇടാം. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ വീഡിയോ ഇതൊക്കെ ഇടുന്നതിന് നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യം, ചാനൽ സെറ്റിങ്സൊക്കെ പക്കയാണെന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ഇതിൻ്റെ സെറ്റിങ്സ് ചെയ്ത് കറക്റ്റാണോ എന്ന് നോക്കാം. പിന്നെ വീഡിയോ എടുത്തിട്ട് ചുമ്മാ നമ്മളോട് അപ്ലോഡ് ചെയ്യല്ല വേണം. അപ്പോൾ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ ഒരു സെറ്റിങ്സ് ഉണ്ട്, അത് എനേബിൾ ചെയ്യേണ്ടത് ഡിസേബിൾ ചെയ്യേണ്ടത് ഡിസേബിൾ ചെയ്യുക. പിന്നെ ഹാഷ്ടാഗ് ശ്രദ്ധിക്കുക, ടൈറ്റിൽ, പിന്നെ നല്ല അട്രാക്റ്റീവ് തമ്പനെയിൽ, ടൈറ്റിൽ. ഇത് മെയിൻ ഒരു കാര്യമാണ് ലോങ് വീഡിയോയിൽ. ഷോർട്ട് വീഡിയോ ഒക്കെ തന്നെയാണ് നല്ല രീതിയിൽ എഡിറ്റ് ചെയ്തിട്ടിടുക, പെട്ടെന്ന് ക്യാച്ച് ആയിട്ടുള്ള രീതിയിലിടുക. പിന്നെ കൺസിസ്റ്റൻസി നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അതുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ഇതിലൊക്കെ നേടാൻ പറ്റുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ചാനൽ തുടങ്ങി വീഡിയോ ഒക്കെ ഇട്ട് മിക്കവരും ഓരോ കമൻറ്റൊക്കെ ഇടുന്നത് കാണാം ഓരോ വീഡിയോയിലേക്ക് പോയിട്ട്. യൂട്യൂബ് ചാനൽ തുടങ്ങി സബ്സ്ക്രൈബേഴ്സ് ഇല്ലെങ്കിൽ, എനിക്കും ആദ്യമേ ഉണ്ടായിരുന്നില്ല സബ്സ്ക്രൈബേഴ്സ്, ഇല്ലെങ്കിൽ വാച്ചുകളൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് അതിൻ്റെ ഇടയിൽ ഇട്ടിട്ട് പോകാൻ തോന്നും, ആരും കാണില്ലല്ലോ എന്നൊക്കെ പറയും. പക്ഷെ നമ്മളത് അതിലുള്ള എഫേർട്ട് എടുത്ത് ഡെയിലി നമ്മൾ വീഡിയോ ഇട്ടിട്ട് വരുമ്പോൾ അത് താനേ എടുക്കുള്ളൂ. നിങ്ങൾ അതിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നല്ല കണ്ടൻറ്റ് ചെയ്യുക, അതാണ്. വെറുതെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് നല്ല കണ്ടൻറ്റ് ചെയ്യുക,
തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യുക. അതൊക്കെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ വീഡിയോ യൂട്യൂബിൽ ഒരാഴ്ചയായിട്ടാണ് എടുത്തിട്ടുണ്ടെങ്കിൽ അന്ന് എടുക്കുക. നമുക്ക് 7 വീഡിയോ ഉണ്ടാകും. അതാണ് യൂട്യൂബിൽ നമ്മളെപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുക. അതാണ് വേണ്ടത്. പിന്നെ ഈ തമിഴിലൊക്കെ എഡിറ്റ് ചെയ്യാൻ അറിയാത്തവരുണ്ടാകും. അടുത്തക്കാരൊക്കെ ആണെങ്കിൽ എങ്ങനെയാണെന്നൊക്കെ അറിയാത്തവരുണ്ടാകും. അങ്ങനെയുള്ളവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്യാൻവയിൽ നമുക്ക് ചെയ്യാം. ടെംപ്ലേറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് എഡിറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. പിന്നെ അതിൽ ഇൻഷോട്ടിൽ ടെംപ്ലേറ്റ് ആയിട്ടല്ല നമ്മൾ തന്നെ നമുക്കത് സെറ്റ് ചെയ്യാം. ഇതൊക്കെ വളരെ നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആപ്പാണ്. ഇങ്ങനെ ഏത് കൊച്ചുകുട്ടിക്കും വരെ ഇതിനകത്ത് യൂസ് ചെയ്യാം. അത്ര അടിപൊളിയായിട്ടുള്ള ആപ്പാണ് ക്യാൻവ ഇൻഷോട്ട്. ഞാനിത് രണ്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 4000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യുന്നത് ജാനുവരി 31 ജാനുവരി 20 അങ്ങനെ എന്തോ ആണ് എൻ്റെ ഹാഫ് മോണിറ്റൈസേഷൻ ആയിട്ട്. ഹാഫ് മോണിറ്റൈസേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ആ ജാനുവരി മന്തിൽ തന്നെ എനിക്ക് ഫുൾ ആക്കണമെന്ന് വെച്ചാൽ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. 4000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ 31 ജാനുവരി 31 കഴിയുമ്പോൾ 3999 നിൽക്കുന്നതായിരുന്നു വാച്ചത്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇനി ആവത്തില്ല. എനിക്ക് ഈ മന്ത് തന്നെ അവൾ ഭയങ്കര വാശിയായിരുന്നു. എനിക്ക് ഈ മന്ത് തന്നെ കംപ്ലീറ്റ് ചെയ്യുന്ന വാശി തന്നെയാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ജനുവരി 31 ആയപ്പോൾ ഖത്തറിനാണെങ്കിൽ വാച്ചവർ കംപ്ലീറ്റ് ആവുകയും എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആവുകയും ചെയ്തു. മോണിറ്റൈസേഷൻ ആകുമ്പോൾ നമുക്ക് യൂട്യൂബ് സ്റ്റോറി നോക്കിയത് അറിയാൻ പറ്റും. നമുക്ക് അതിനകത്ത് നോട്ടിഫിക്കേഷൻ വരും. എന്നിട്ട് അതിനകത്ത് എനേബിൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എനേബിൾ ചെയ്യുക. സെറ്റിങ്സൊക്കെ പക്കയിട്ട് ചെയ്യുക. അറിയാൻ പാടില്ലെങ്കിൽ അറിയുന്നവരോട് ചോദിച്ചിട്ട് ചെയ്യുക. ടെൻഷൻ ചെയ്യാൻ കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് ഫസ്റ്റ് ടെൻഷൻ ഉണ്ടായിരുന്നില്ല. ഞാൻ ജെഫോട്ടെക് ചാനലിൽ ചേട്ടന് മെസ്സേജ് അയച്ചൊക്കെ ചോദിച്ചു. പിന്നെ വേറൊരു ടെക് ട്യൂട്ടോറിയൽ എന്നൊക്കെ പറഞ്ഞൊരു ചാനലുണ്ട്. ആ ചേട്ടനാണ് എനിക്ക് ടാക്സ് ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. എങ്ങനെയാണ് എനിക്ക് ഹാഫ് മോണിറ്റൈസേഷൻ ആയപ്പോൾ തന്നെ ടാക്സും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തായിരുന്നു. അപ്പോൾ എനിക്ക് ഹാഫ് മോണിറ്റൈസേഷൻ ആയപ്പോൾ തന്നെ ഗൂഗിൾ ആഡ്സെൻസിൽ എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നായിരുന്നു. ടാക്സ് ഇൻഫർമേഷനൊക്കെ കാര്യങ്ങൾ കൊടുക്കാനായിട്ടുള്ളത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ടാക്സ് ഇൻഫർമേഷൻ കാര്യം കൊടുത്തു. ഞാനൊരു ടെക് ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലിൽ ചേട്ടനുണ്ട്. ആ ചേട്ടനായിട്ട് എനിക്ക് ഫസ്റ്റ് അറിയില്ലായിരുന്നു. ആ ചേട്ടനെ മെസ്സേജ് അയച്ചിട്ട് കാര്യം ചോദിച്ചപ്പോൾ ആ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു തന്നിട്ട് ചെയ്തത്. അങ്ങനെ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ ആരോഗ്യം ചോദിച്ചിട്ട് ടാക്സ് ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറയുന്നത് ചെയ്യരുത്. അറിയുന്ന ഒരാളോട് ചോദിച്ചിട്ട് ചെയ്യുക കേട്ടോ. ഞാനത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി എനിക്കുള്ള ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും വിചാരിക്കും 1000 സബ്സ്ക്രൈബറായി 4000 വാച്ച് കംപ്ലീറ്റ് ആയി. അത് കഴിഞ്ഞിട്ട് നമുക്ക് മോണിറ്റൈസേഷൻ ആയി കഴിയുമ്പോഴത്തേക്ക് പൈസ കിട്ടുന്നുണ്ട്. അങ്ങനെയല്ല. 1000 സബ്സ്ക്രൈബറും 4000 വാച്ച് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ പറഞ്ഞ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ടാവും. അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് മോണിറ്റൈസേഷൻ സ്റ്റാർട്ടാവും. വീഡിയോ ഉണ്ട്. നമുക്ക് ഈ മോണിറ്റൈസേഷൻ സ്റ്റാർട്ടാവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുന്നേ ഉള്ള വീഡിയോ ആൾക്കാർ കണ്ടതൊന്നും കൂട്ടില്ല. അത് കഴിഞ്ഞിട്ട് മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞിട്ട് ആൾക്കാർ കാണുന്ന വീഡിയോയ്ക്ക് ആണ് നമുക്ക് റവന്യൂ കിട്ടും. മോണിറ്റൈസേഷൻ ആയി കഴിയുമ്പോഴത്തേക്ക് അവിടെ ഡോളറിൻ്റെ ഒരു ചിഹ്നമുണ്ട്. ഗ്രീൻ കളറിലായിട്ട് കിടക്കും. വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ ഗ്രീൻ കളറിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് മോണിറ്റൈസേഷൻ ആയി എന്നാണ് എനിക്ക്. അപ്പോൾ എനിക്ക് ഇനിയുള്ള ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയുള്ള സ്റ്റെപ്പിൽ ഒരുപാട് സ്റ്റെപ്പുണ്ട്. $10 ആണ്. അത് അപ്പോഴാണ് നമുക്ക് അഡ്രസ് വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഗൂഗിൾ ആഡ്സെൻസിൽ കൊടുക്കാനുള്ളത്. നമുക്ക് അതിനകത്ത് വരും. ഗൂഗിൾ ആഡ്സെൻസിൽ വരും അത് കൊടുക്കാനും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യാൻ. $10 ആവാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പാടുള്ള കാര്യമാണ്. നല്ല റീച്ചുള്ള ചാനലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. അല്ലാത്ത ചാനലൊക്കെ ആണെങ്കിൽ നല്ലപോലെ കഷ്ടപ്പെട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തിരിക്കേണ്ടി വരും. അപ്പോൾ എനിക്കിനി $10 ആവാൻ ഞാൻ വെയിറ്റ് ചെയ്യണം. അഡ്രസ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കണമെങ്കിൽ ഇനി ഈ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ആവണം. അപ്പോൾ ഈ $10 ആയിക്കഴിഞ്ഞ് ഇതൊക്കെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തല്ലോ. അപ്പോൾ നമുക്ക് ഗൂഗിൾ ആഡ്സെൻസിൻ്റെ ഭാഗത്ത് നിന്ന് പിന്നൊക്കെ വരും. പിൻ വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അതിനൊക്കെ വെയിറ്റ് ചെയ്യുന്നത്. ഞാൻ അതൊക്കെ ആയിക്കഴിഞ്ഞ് $100 ആയിക്കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഗൂഗിളിൽ നിന്ന് റവന്യൂ കിട്ടുള്ളൂ. അത് ഒരു നല്ല കഷ്ടപ്പെടണം. ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമല്ല. നല്ലപോലെ കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് യൂട്യൂബിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതിന് കഷ്ടപ്പെടാൻ നല്ല ഹാർഡ് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ ആണെങ്കിൽ ഇതിനകത്ത് പിടിച്ചിരിക്കും.
പിന്നെ ഇതിനകത്ത് കുറച്ച് വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞ് റീച്ചില്ല അതില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പോകരുത്. നിങ്ങളത് കണ്ടിന്യൂ ചെയ്യുക, നല്ല എഫേർട്ട് എടുത്ത് കണ്ടിന്യൂ ചെയ്ത് വർക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് 100% ഉറപ്പാണ്. അത് ഞാൻ പറയുന്നത് ഗ്യാരണ്ടിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ ഇത്ര ആക്കിയെടുക്കാൻ പറ്റിയെങ്കിൽ നിങ്ങൾക്കും പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളത് അത് വെച്ചിട്ട് പോകരുത് കേട്ടോ. പിന്നെ നിങ്ങൾ കോർപ്പറേറ്റും കാര്യങ്ങളൊക്കെ വരാനായിട്ട് സൂക്ഷിക്കുക. പിന്നെ സെറ്റിങ്സൊക്കെ പറയാനുള്ള നോക്കുക, അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ അട്രാക്റ്റീവ് തമ്പനെയിൽ ടൈറ്റിൽ ഇതൊക്കെ ശ്രദ്ധിക്കുക. ഹാഷ്ടാഗ് ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ഞാൻ പറഞ്ഞുതരാം. കമൻറ്റിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. എനിക്കറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എനിക്കിതൊന്നും നിങ്ങൾക്ക് പറയാമെന്ന് തോന്നുന്നു, അതുകൊണ്ട് നാളെ വീഡിയോ ചെയ്തത്.